ഈ തെലങ്കാന തുരങ്ക ദുരന്തത്തിൽ രക്ഷാദൗത്യം ദുഷ്കരമാകുന്നു. തുരങ്കത്തിൽ ചോർച്ചയെ തുടർന്നുണ്ടായ വെള്ളക്കെട്ട് രക്ഷാപ്രവർത്തനത്തിന് തടസ്സമാകുന്നതായാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത്. വെള്ളം മാറ്റുന്ന പ്രവൃത്തി തുടരുകയാണ്. ഐസൺ ജോസ് വിവരങ്ങളുമായി ചേരുന്നു. ഐസൺ, അത് കൂടുതൽ പ്രശ്നത്തിലേക്ക് പോവുകയാണോ? വിവരങ്ങൾ എന്താണ്? വീണ, നിലവിലെ സാഹചര്യത്തിൽ പ്രശ്നങ്ങൾ സങ്കീർണമായി തുടരുന്നതെന്ന് തന്നെയാണ് നമുക്ക് റിപ്പോർട്ടുകളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവിടെ കാര്യമായ ഈ ടണലുകൾ സ്വാഭാവികമായും ഈ തുരങ്കങ്ങൾ ഉണ്ടാവുക വലിയ പാറയിടുക്കുകളിലും മലകൾക്കിടയിലുമാകുമ്പോൾ തന്നെ അവിടെ നിന്ന് കാര്യമായ വെള്ളത്തിൻ്റെ ഒരു ചോർച്ച അതിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അത്തരത്തിൽ വെള്ളം ശക്തമായി അതിനുള്ളിലേക്ക് വരുന്നു എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരു 200 മീറ്ററോളം അകത്തേക്ക് ചെല്ലാൻ സാധിച്ചിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു സുപ്രധാന കാര്യം എടുത്തു പറയേണ്ടത്, ഇത്തരത്തിൽ വെള്ളം തുടർച്ചയായി വീഴുകയാണെങ്കിൽ, വെള്ളം ചോർച്ച ഉണ്ടാവുകയാണെങ്കിൽ ടണലിൻ്റെ മുകൾ വശത്തും അതുപോലെ തന്നെ വശങ്ങളിലുമുള്ള മണ്ണിടിയാനുള്ള സാധ്യതയും കൂടുതലുണ്ട്. 8 പേർ ഇതിനകത്ത് കുടുങ്ങിക്കിടക്കുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. 50ഓളം പേരുടെ ഒരു ടീം പുറത്തേക്ക് വരുന്നതിന് മുന്നോടിയായാണ് 8 പേർ ഇത്തരത്തിൽ കുടുങ്ങിക്കിടക്കുന്ന സാഹചര്യം ഉണ്ടാവുകയും അത്തരത്തിൽ ഇടിഞ്ഞു വീഴുകയും ചെയ്തത്. വൻ ശബ്ദത്തോടെ ടണൽ ഇടിഞ്ഞു വീഴുകയായിരുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. നമുക്കറിയാവുന്നതാണ്, 2 3 രീതിയിലുള്ള രക്ഷാപ്രവർത്തനങ്ങൾ നടത്താനുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് വാർത്തകളിൽ നിന്നെല്ലാം തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് പലതരത്തിൽ, അത് മുകളിൽ നിന്നും 2 വശങ്ങളിൽ നിന്നും ടണൽ സെപ്പറേറ്റ് ടണലുകൾ ബോർ ചെയ്യാനുള്ള സംവിധാനം പരിശോധിക്കുന്നുണ്ട്. നാവികസേനയുടെയും അതുപോലെ തന്നെ സൈന്യത്തിൻ്റെയും അതുപോലെ അനുബന്ധ സേനകളുടെയും NDRFിൻ്റെയും SDRFിൻ്റെയും സംവിധാനങ്ങളെല്ലാം തന്നെ അവിടെ വിന്യസിച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. നമുക്ക് ഈ പ്രശ്നത്തിൽ ഏറ്റവും വലിയൊരു സങ്കീർണത എന്ന് പറയുന്നത് അവർക്ക് കൃത്യമായി ഓക്സിജൻ ലഭ്യമാവുക, അല്ലെങ്കിൽ പ്രാണവായു ലഭ്യമാവുക ഉള്ളിൽ കുടുങ്ങിക്കിടക്കുന്നവർക്ക് എന്നാണ്. അതിനുള്ള നീക്കങ്ങൾ പ്രധാനമായും നടക്കുന്നുവെന്നും അറിയാൻ സാധിക്കുന്നുണ്ട്. ഈ വെള്ളത്തിനുള്ളിലൂടെ ഇത്തരത്തിൽ ഏതെങ്കിലും രീതിയിൽ അത് സാധ്യമാകുമോ എന്നത് സംബന്ധിച്ചുള്ള പരിശോധനകളും നടക്കുന്നുണ്ട്. മാത്രമല്ല, ഈ വെള്ളം വറ്റിക്കാതെ അതിനകത്തേക്കുള്ള യാത്ര പ്രായോഗികവുമല്ല എന്ന വലിയൊരു ബുദ്ധിമുട്ടുണ്ട്. വെള്ളം വറ്റിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ അങ്ങനെ വെള്ളം കെട്ടിക്കിടക്കുമ്പോൾ വീണ്ടും അതിൻ്റെ വശങ്ങൾ ഇടിഞ്ഞു വീഴാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഏത് രീതിയിലാണ് ഇതിനകത്തേക്ക് കടന്നെത്താൻ പറ്റുക എന്നത് സംബന്ധിച്ച പ്രശ്നങ്ങളുണ്ട്. അതുപോലെ ഇലക്ട്രിക് സംവിധാനങ്ങൾ, സുരക്ഷാ സംവിധാനങ്ങളിൽ ഇലക്ട്രിക് ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നതിനും ഈ വെള്ളം കെട്ടിക്കിടക്കുന്നത് വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ രക്ഷാപ്രവർത്തനത്തിൻ്റെ ആദ്യഘട്ടം പിന്നിടാനുള്ള ഭാഗങ്ങളിലേക്ക് നീങ്ങുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ വെള്ളം മുഴുവൻ വറ്റിച്ചതിന് ശേഷം നേരിട്ട് അതിനകത്തേക്ക് വെള്ളം പുറത്തേക്ക് തള്ളിയതിന് ശേഷം സാധ്യമായ രീതിയിൽ അതിനകത്തേക്ക് എത്തി ഇവരെ തിരിച്ചു കൊണ്ടുവരിക എന്ന ഒരു നീക്കമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. വീണ.